ഹലോ. ഏത് കോമ്പറ്റേറ്റീവ് എക്സാംസിനായാലും മാത്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആകാൻ പോകുന്നൊരു മൾട്ടിപ്ലിക്കേഷൻ ടിപ്പാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരാൻ പോകുന്നത്. ഓക്കെ, ഒരു 3 എക്സാമ്പിളിലൂടെ നിങ്ങൾക്ക് ആ മൾട്ടിപ്ലിക്കേഷൻ ടിപ്പ് ഞാൻ മനസ്സിലാക്കി തരാം. നിങ്ങൾ ചെറിയ വീഡിയോ ആണ്, അവസാനം വരെ കാണുക. ഓക്കെ, 29 × 30 ഇത് നിങ്ങളെങ്ങനെ ചെയ്യും? അത് 29നെ 3 കൊണ്ട് ഗുണിക്കും, എന്നിട്ടൊരു 0 ഇട്ട് കൊടുക്കും അല്ലേ? അങ്ങനെ ചെയ്യുന്നത്. അത് നമ്മൾ ശരിക്കും ഇങ്ങനെയാണ് വരുന്നത്. 29 × 30 എഴുതിയിട്ട് ഒരു 3/3 ഇട്ട് നമ്മൾ ഗുണിക്കും. അതാണ് നമ്മൾ ശരിക്കും അവിടെ ചെയ്യുന്നത്. 3/3 ചെയ്താൽ വ്യത്യാസമൊന്നും വരത്തില്ല, കാരണം ഇതിൻ്റെ വാല്യൂ 1 ആണ്. അതുകൊണ്ട് തന്നെ 1 കൊണ്ട് ഗുണിച്ചാൽ അതിന് വാല്യൂ വ്യത്യാസമൊന്നും വരത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ 3/3 ഇട്ട് ഗുണിക്കുന്നത്. ഇനിയും ചെയ്യാൻ പോകുന്നത്, ഈ 3 എടുത്ത് 29നെ ഗുണിക്കും, ഈ 3 എടുത്ത് 30നെ ഗുണിക്കും, 30നെ ഡിവൈഡ് ചെയ്യും. ഓക്കെ, അങ്ങനെയാണ് ഇവിടെ ശരിക്കും നടക്കുന്നത്. നമ്മൾ ചെയ്യുമ്പം 29 × 3 ചെയ്യും, എന്നിട്ട് അതിൻ്റെ കൂടെ ഒരു 10ൻ്റെ ആ 0 ആഡ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് 29 × 3 എന്ന് പറയുമ്പോൾ 87 എന്ന് വരും. എന്നിട്ട് ഈ 30/3 അത് 10 വരും. ആ 10ൻ്റെ ആ 0 ആണ് 87ൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത്, അപ്പോൾ 870 വരും. ഓക്കെ, ചുരുക്കത്തിൽ ഇതാ സംഭവിക്കും. ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അല്ലേ? പക്ഷേ നമ്മൾ ഈ ട്രിക്ക് ഇവിടെ ഉപയോഗിക്കുന്നത്, നമ്മൾ ഈ ഏതെങ്കിലും 10ൻ്റെ ഗുണിതം വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുന്നതിൽ നമ്മൾ ഒതുങ്ങിപ്പോവും. ഇതിനപ്പുറത്തോട്ട് നമ്മൾ ഈ ട്രിക്ക് ഉപയോഗിക്കാറില്ല. ഓക്കെ, അതിൻ്റെ ശരിക്കുള്ള ഉപയോഗം വരുന്നത് ഇവിടെയൊക്കെയാണ്. അത് അടുത്ത എക്സാമ്പിൾ തൊട്ട് പറഞ്ഞുതരാം. ഓക്കെ, 23 × 45 ഇത് കാണുമ്പം ചെയ്യാൻ പറ്റിയാലെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ ഒരു പേനയുടെ ആവശ്യമില്ലാതെ നമുക്കിത് ചെയ്യാൻ പറ്റും. ഇവിടെ ചെയ്യുന്നത്, ഞാനിതിനെ ഇങ്ങനെ എഴുതും. 23 × 3 എന്ന് എഴുതും. 23 × 3 എന്ന് പറഞ്ഞാൽ 69 × 15 എന്ന് ഞാൻ എഴുതും. അതിനെങ്ങനെ എഴുതിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഈ 45നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യും, ഈ 23നെ 3 കൊണ്ട് ഇൻറ്റു ചെയ്യും. ഓക്കെ, ഞാൻ നോക്കിക്കഴിയുമ്പോൾ ഈ 45നെ എനിക്ക് 15 ആക്കാം. 15 വെച്ച് ഈ ഇപ്പുറത്ത് കിടക്കുന്ന നമ്പറിനെ ഗുണിക്കാൻ എളുപ്പമാണ്. അതെങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഇപ്പോൾ ഇതിനെ 15 ആക്കിയാൽ 45നെ /3 ചെയ്താൽ 15 ആവും. പക്ഷേ അത് മാത്രം ചെയ്താൽ പോരാ, ഇപ്പുറത്ത് കിടക്കുന്നതിനെ 3 കൊണ്ട് ഗുണിക്കണം. ഇവിടെ ഹരിച്ചാൽ ഇപ്പുറത്ത് കിടക്കുന്നതിനെ ഗുണിക്കണം. ഇവിടെ നമ്മൾ അങ്ങനെയല്ലേ ചെയ്തത്? 30നെ 3 കൊണ്ട് ഹരിച്ചപ്പം ഇവിടെ ഇതിനെ 3 കൊണ്ട് ഗുണിച്ചു, എന്നാലേ വാല്യൂ വ്യത്യാസമില്ലാതെ വരത്തുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് നേരിട്ട് 69 × 15 എന്ന് എഴുതാം. ഇത് എഴുതാനൊരു പേനയുടെ പേപ്പറിൻ്റെ ആവശ്യമില്ലല്ലോ. 61 × 15 അങ്ങനെ ചെയ്യുന്നത് 69 × 10 ചെയ്യുക, പ്ലസ് 69 × 5. 69 × 5 എത്ര? 69 × 10ൻ്റെ പകുതി. ഓക്കെ, 69 × 10 എത്ര? 690. എല്ലാവർക്കും അറിയാം. പ്ലസ് 690. 69 × 5 എന്ന് പറഞ്ഞാൽ 690ൻ്റെ പകുതിയാണ്. അത്ര 345. ഇതെങ്ങനെ എഴുതും? കൂട്ടി എഴുതാൻ 690 നമുക്ക് 700 എന്ന് എടുക്കാം. 700 + 345 എന്ന് പറയുമ്പോൾ 1045 എന്ന് വരും. പക്ഷേ 700 ഇല്ലായിരുന്നു ഇവിടെ, 690 ഉള്ളായിരുന്നു. ഒരു 10 കുറവായിരുന്നു. അപ്പം 1045 ഒരു 10 കുറച്ച് 1035. ഓക്കെ, ഇതിനെ ഇങ്ങനെയൊന്നും എഴുതേണ്ട ആവശ്യമില്ല. ഇതെല്ലാം നിങ്ങൾ മനസ്സിൽ ചെയ്യേണ്ടതാണ്. ഇത് പ്രാക്ടീസിലൂടെ നിങ്ങൾക്ക് കിട്ടും ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന്. ഓക്കെ, ഇനി അടുത്ത ഈ ഒരു എക്സാമ്പിളോട് നോക്കാം. ഇതിനെ ഞാൻ 55 × 9 എന്ന് എഴുതും. അങ്ങനെ എഴുതിയെന്ന് മനസ്സിലായോ? ഇതിനെ നമ്മൾ ഇരട്ടിയാക്കും. ഇരട്ടിയാക്കിയാൽ ഇപ്പുറത്ത് കിടക്കുന്നതിനെ പകുതിയാകണം. ഓക്കെ, 27.5ൻ്റെ ഇരട്ടിയാണ്. ഇരട്ടി അല്ലെങ്കിൽ × 2 55. അപ്പം ഈ 18നെ പകുതിയാകണം 9. ഈ 55 × 9 എന്ന് പറഞ്ഞാൽ അത് എളുപ്പമാണ്, ആർക്കും ചെയ്യാം. 550, അതായത് 55 × 9 എങ്ങനെ ചെയ്യുന്നത്? 55 × 10 - 55 എഴുതാൽ മതി അല്ലേ? അല്ല, ഇങ്ങനല്ലേ? 55 9നെ 10 - 1 എന്ന് എഴുതാമല്ലോ. ഓപ്പൺ ചെയ്ത് കഴിയുമ്പോൾ അങ്ങനെ 550 - 55 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ വരും. എത്ര വരും? 495. അല്ലെങ്കിൽ ഇതിനെ നമുക്ക് വേണമെങ്കിൽ വേറെ രീതിയിൽ എഴുതാം. ഇപ്പോഴീ പറഞ്ഞു തന്ന സ്റ്റെപ്പ് ഒന്നുകൂടെ അപ്ലൈ ചെയ്യാം. ഇതിനെ ഒരു 5 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യാമല്ലോ. എത്ര? 55/5 എന്ന് പറഞ്ഞാൽ 11 ഇൻറ്റു ഇവിടെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇപ്പുറത്തെ 5 കൊണ്ട് ഗുണിക്കണം. 9 × 5 45. ഓക്കെ, അങ്ങനെ എഴുതാമല്ലോ. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ 45 × 11 ചെയ്യാൻ വളരെ എളുപ്പമാണ്. 450 45. ഓക്കെ, എത്ര? അത് 495 തന്നെ കിട്ടും. ഇപ്പോൾ ഏത് രീതിയിൽ എഴുതുന്നുള്ളത് നിങ്ങളുടെ യുക്തിക്ക് അനുസരിച്ച് നിങ്ങൾ എഴുതുക. ഓക്കെ, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒറ്റ കാര്യമേ ഉള്ളൂ, ഇങ്ങനെ ഈ തന്നിരിക്കുന്ന നമ്പേഴ്സിനെ മാറ്റി എഴുതുക എന്നുള്ളത്. അതായത് ഇതിനെ ഏതെങ്കിലും ഒരു നമ്പർ വെച്ച് ഹരിക്കുക അല്ലെങ്കിൽ ഗുണിക്കുക. അങ്ങനെ ചെയ്താൽ അതേ നമ്പർ വെച്ച് ഇവിടെ ചെയ്ത ഓപ്പറേഷൻ്റെ ഓപ്പോസിറ്റ്, ഇവിടെ ഡിവിഷൻ ആണെങ്കിൽ ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ, ഇവിടെ മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ ഇവിടെ ഡിവിഷൻ, ഇങ്ങനെ മാറ്റി ചെയ്യാമെന്ന് നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഓക്കെ, ഇത് പലയിടത്തും നിങ്ങൾക്ക് ആവശ്യം വരും. നിങ്ങളത് നിങ്ങളുടെ യുക്തിപൂർവ്വം ഏത് നമ്പറിനാണ് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ഉപയോഗിക്കുക. ഓക്കെ, താങ്ക് യു.